ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഓവർസിയർ കേരള പോർട്ട് 2014 ആണ്. നമ്മൾ ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കിനി 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ഈസ് നോട്ട് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ സ്കെയിൽ ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ആർ യൂണിഫോം. രണ്ടാമത് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ AC ആസ് വെൽ ആസ് ഇൻ DC സർക്യൂട്ട്. ദിസ് ഇൻസ്ട്രുമെൻറ്റ് പൊസസ് ഹൈ ഓപ്പറേറ്റിംഗ് ടോർക്ക്. സിംപ്ലിറ്റി ഇൻ കൺസ്ട്രക്ഷൻ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതായത് MI, അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന മെയിനായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എന്നാൽ PMMC ഉണ്ട്, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഉണ്ട്. അതുപോലെ തന്നെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പിന്നെ പറയുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരികയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന 3 ടോർക്കുകളുണ്ട്. ഒന്നാമത് പറയുന്നത് TD എന്ന് പറയും, ഡിഫ്ലക്ഷൻ ടോർക്ക്. രണ്ടാമത് കൺട്രോളിംഗ് ടോർക്ക്. മൂന്നാമത് എന്ന് പറയുന്നത് ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, TD ഡാമ്പിംഗ് എന്ന് പറയും. ഡിഫ്ലക്ഷൻ, കൺട്രോളിങ്, ഡാമ്പിംഗ്. അപ്പം ഇതിൽ ഡിഫ്ലക്ഷൻ ടോർക്കാണ് അതിൽ ഈ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആണോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആണോ എന്നുള്ളത് ക്ലിയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കാണുന്ന സ്കെയിൽ, അതായത് നമ്മുടെ മൂവിങ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ 0, 1, 2, 3, 4, 5 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 0, 1, 2, 3, 5 ഉണ്ടെങ്കിൽ 0 to 1ഉം 1 to 2ഉം 2 to 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ സ്കെയിൽ അല്ലെങ്കിൽ യൂണിഫോം സ്കെയിൽ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ 0 to 1 എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിരിക്കും. 1 to 2 എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിരിക്കും. 2 to 3 എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ഡിസ്റ്റൻസിലായിരിക്കും വരിക. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം സ്കെയിൽ അല്ലെങ്കിൽ നോൺ ലീനിയർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആണോ എന്നുള്ളത് നമ്മൾ ഡിഫ്ലക്ഷൻ ടോർക്കുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. അതിൽ നമ്മളെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? I² ആണ്. നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്കറിയാം X ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Y ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത്? അതൊരു യൂണിഫോമായി വരും. അല്ലെങ്കിൽ I² ആകുന്ന സമയത്ത്, അതായത് ഡിഫ്ലക്ഷൻ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു I² ആകുമ്പോൾ എന്താണത്? ഒരു നോൺ ലീനിയർ സ്കെയിലാണ് വരിക. അതായത് രണ്ടാമത് പറഞ്ഞ ഈ ഒരു ടൈപ്പ് സ്കെയിലാണ് വരിക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആൻസർ വളരെ ക്ലിയർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ TD ഈസ് പ്രൊപ്പോർഷണൽ ടു I² ആണ്. നോൺ ലീനിയർ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം സ്കെയിലാണ് എന്തിൻ്റെത്? മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെത്. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങളുടെ അടുത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്ന്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്ന് അത് MI ആണോ അല്ലെങ്കിൽ MC മൂവിങ് കോയിലാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒന്നാണെന്ത്? ഈ ഒരു മെത്തേഡ്. അത് ചിലപ്പം പഴയ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിൽ മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയലർ നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഏത് മൂവിങ് അയൺ ആണോ അല്ലെങ്കിൽ മൂവിങ് കോയിലാണെന്ന് കണ്ടെത്താൻ നോക്കുക. അതിൻ്റെ സ്കെയിൽ നോക്കുക. 0 to 1, 1 to 2 അങ്ങനെ വളരെ എല്ലാം കറക്റ്റ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? MC മൂവിങ് കോയിലാന്ന് പറയും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ 0 to 1 എന്നുള്ള ഡിസ്റ്റൻസ് കുറവ്, 1 to 2 എന്നുള്ളത് കൂടുതൽ, അങ്ങനെ വരികയാണെങ്കിൽ അതിനെ മൂവിങ് അയൺ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന നോളജാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിലെ ലാബലിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ബോത്ത് AC ആൻഡ് DCക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നവരാണ് PMMC, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ നമുക്ക് എന്താണ്? DCക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് അതുപോലെ തന്നെ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? AC ആൻഡ് DCക്ക് ഉപയോഗിക്കാം. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ബോത്ത് AC ആൻഡ് DC നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൂവിങ് അയണും നമുക്ക് എന്ത് ചെയ്യാം? ബോത്ത് AC ആൻഡ് DC ഉപയോഗിക്കാം. പക്ഷേ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് DC മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ ദ ഇൻസ്ട്രുമെൻറ്റ് പൊസസ് ഹൈ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്.
അതായത് നമുക്കറിയാം ടി ഡി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. അപ്പം ഇതിൻ്റെ ഹൈ ഓപ്പറേറ്റിംഗ് ടോർക്കാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇത് ഈ ഒരു പോയിന്റും ശരിയാണ്. സിംപ്ലിറ്റി ഇൻസ് കൺസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അറേഞ്ച്മെൻറ്റും മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിലെ അറേഞ്ച്മെൻറ്റും നമുക്ക് പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആണ്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് PMMCയിലെ കൺസ്ട്രക്ഷനാണ്. അതിൽ അലൂമിനിയം ഫ്രെയിമും അതിലെ വൈൻഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് വരുന്നത് ഇതിലാണ് മൂവിങ് കോയിലാണ് വരുന്നത്. പക്ഷേ മൂവിങ് അയൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഒറ്റ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ PMMC നമ്മൾ കമ്പാരിസൺ പഠിക്കുന്ന സമയത്ത് PMMCയിൽ വരുന്ന കൺട്രോളിങ് ടോർക്ക്, അതായത് ഡാമ്പിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ് ഏതിൽ വരുന്നത്, PMMCയിൽ വരുന്നത്. പക്ഷേ ബാക്കിയുള്ളതിൽ നമ്മുടെ മൂവിങ് അയണിലും അതുപോലെ തന്നെ ഡൈനാമോമീറ്റർ അതിലൊക്കെ ഉപയോഗിക്കുന്ന എയർ ഫ്രിക്ഷൻ എന്താണ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, PMMCയിൽ മാത്രമാണ് മെയിനായിട്ട് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ, ഓക്കെ, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ രണ്ട് കോയിൽ ഉണ്ടാവും. ഒന്നാമത് ഫിക്സഡ് കോയിലാണ്, ഫിക്സഡ് കോയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ മൂവിങ് കോയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഫിക്സഡ് കോയിൽ എന്ന് പറഞ്ഞത് എന്താണ്, സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക ലോഡിന്. അതുപോലെ തന്നെ മൂവിങ് കോയിൽ എന്ന് പറഞ്ഞത് പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇത് നിങ്ങൾ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പം ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട് ദ റിലേഷൻസ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ഓഫ് ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്, വി ലൈൻ ഈസ് ഈക്വൽ √3 ഇൻറ്റു VP, അതുപോലെ തന്നെ വി ലൈൻ ഈസ് ഈക്വൽ 2/π ഇൻറ്റു VP, VL ഈസ് ഈക്വൽ VP ബൈ √2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഒരു സർക്യൂട്ട് വരച്ചാൽ തന്നെ അതിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ഇതാണെന്ത്, ഒരു ഡെൽറ്റ സർക്യൂട്ട് അല്ലേ. സ്റ്റാർ എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെൽറ്റ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറും കമ്പയർ ചെയ്യാം അല്ലേ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഫേസ് വോൾട്ടേജ് പറഞ്ഞാൽ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്. അപ്പം ഇതൊരു ഫേസ് ആണ്, ഇത് രണ്ടാമത്, ഇത് മൂന്നാണ്. ഇതിൻ്റെ അക്രോസുള്ള ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ലൈൻ 1 L1 L2 L3. അപ്പം ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനിൻ്റെ അടുക്കുള്ള വോൾട്ടേജ്. ആ രണ്ട് ലൈനിൻ്റെ എടുക്കുന്ന അതേ വോൾട്ടേജ് അല്ല ഈ ഒരു ഫേസിൻ്റെ അടുക്കും വരിക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫേസ് എടുക്കുക 2 എടുക്കുകയാണെങ്കിൽ ഈ L2ൻ്റെയും L3ൻ്റെയും അടുക്കാണ് ഈ ഒരു ഫേസ് വരുന്നത്. അപ്പം ഇത് തന്നെയാണ് എന്ത്, ലൈൻ വോൾട്ടേജ് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഫേസ് വോൾട്ടേജും എന്താണ്, സെയിം ആണ്. അപ്പം നമ്മൾ ഡെൽറ്റ കണക്ഷനിൽ വി ലൈനും വി ഫേസും എന്താണ്, സെയിം ആണ്. പക്ഷെ നമ്മൾ സ്റ്റാറിൽ നോക്കാൻ ഇതാണ് എന്ത്, ഒരു ന്യൂട്രൽ, സെൻട്രലിലെ ന്യൂട്രൽ പോലും. ഇത് L1, ഇത് L2, ഇത് L3 ആണ്. ഇതാണ് എന്ത്, ഫേസ് വോൾട്ടേജ്. പക്ഷെ ലൈൻ വോൾട്ടേജ് എന്നാൽ ഇത് തമ്മിലുള്ള വോൾട്ടേജാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത്, സ്റ്റാറിൽ പറയുന്ന സമയത്ത് ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √3 ടൈംസ് ഓഫ് ദ ഫേസ് വോൾട്ടേജ്. അപ്പോൾ ലൈൻ വോൾട്ടേജ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷെ കറണ്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈൻ L1 വരുന്ന കറണ്ട് അതേ കറണ്ടാണ് ഫേസിൽ കൂടെ പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എന്താണ്, സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണ്. ഡെൽറ്റ കണക്ഷനിലാകുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനിലൂടെ വരുന്ന കറണ്ട് ഇവിടെ വന്നിട്ട് രണ്ട് ഇതിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ L1 വരുന്ന കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു രണ്ട് പാത്തിലൂടെ. അപ്പോൾ എന്ത് ചെയ്യുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം ലൈൻ കറണ്ട് ഈസ് ഈക്വൽ എന്താണ്, √3 ഇൻറ്റു ഫേസ് കറണ്ടാണ്. ഓക്കെ, ഇതാണ് ഡെൽറ്റയുടെ കേസിൽ വരിക. അപ്പം മെയിനായിട്ട് പഠിക്കാനുള്ളതാണ് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇതിൽ ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഈ ഒരു പോയിന്റ് വരിക സ്റ്റാർ കേസിലാണ് എന്ത് വരിക, ഈ ഒരു പോയിന്റ് വരിക, ഇത് സ്റ്റാർ പോയിന്റിലാണ് വരിക. ഇതും തമ്മിലൊന്നും തീരെ ബന്ധമില്ലാത്ത ഓപ്ഷൻസുകളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് 3-phase പവർ ബൈ 2 watt-meter മെത്തേഡ്, if 2 watt-meter reading are equal, the power factor of the circuit യൂണിറ്റ് 0.8 leading. വളരെ സിമ്പിളായിട്ടും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് പവർ മെഷർമെൻറ്റ് എന്നുള്ളത്. ഇതും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ 2 watt-meter മെത്തേഡ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ 3-phase പവർ നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. നമ്മൾ സിംഗിൾ വാട്ട്-മീറ്റർ ഉപയോഗിക്കുക എപ്പോഴാണ്, 3-phase 4 wire സിസ്റ്റമാണ്. നമ്മൾ RYB ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രൽ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ
ബാലൻസ്ഡ് ലോഡ് ആണ്. 3 ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രലും ഉണ്ട്. ബാലൻസ്ഡ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3 ഫേസ്, ഇത് 3 ഫേസ് എന്താണ്, 3 ഫേസ് ആണ്, 4 വയറാണ്. ഇത് ബാലൻസ്ഡ് ആണ്, 1 വാട്ട് മീറ്റർ ഉപയോഗിക്കും. അൺബാലൻസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 വാട്ട് മീറ്റർ ഉപയോഗിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഇതിൽ പറയാനുള്ളത് പവർ മെഷർമെൻറ്റിൽ. രണ്ടാമത് പറയുന്നത് ന്യൂട്രൽ ഇല്ല, ആറും വൈയും ബി ആണ്. ഇങ്ങനെ ഒരു കേസിലാവുന്ന സമയത്ത് ബാലൻസ്ഡ് ആവട്ടെ അൺബാലൻസ്ഡ് ആവട്ടെ നമുക്ക് എന്ത് ചെയ്യാം, 2 വാട്ട് മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പവർ ലോഡിൻ്റെ പവർ മെഷർ ചെയ്യാം. അപ്പം നമ്മൾ പറയുന്നത് 3 ഫേസ് 4 വയർ. ഓക്കെ, അതിൽ ബാലൻസ്ഡ് ആകുമ്പോൾ എത്രയാണ് വരണം, 1 വാട്ട് മീറ്റർ മതി. അൺബാലൻസ്ഡ് ആകുമ്പോൾ 3 വാട്ട് മീറ്റർ, ഓരോ ഫേസിന് ഓരോ വാട്ട് മീറ്റർ വേണം. അതുപോലെ തന്നെ അടുത്തത് 3 ഫേസ് 3 വയർ. ഓക്കെ, ഇത് അൺബാലൻസ്ഡ് ആവട്ടെ ബാലൻസ്ഡ് ആവട്ടെ എത്ര വാട്ട് മീറ്റർ വേണം, 2 വാട്ട് മീറ്റർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാൽ പവർ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പം പവർ മെഷർമെൻറ്റ് ഇതിലെ വാട്ട് മീറ്റർ W1ഉം W2ഉം തമ്മിലുള്ള റീഡിങ്, അതിൻ്റെ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ലോഡിലുള്ള പവർ ഫാക്ടർ എത്ര നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണ്ടെത്താം. അതിനു വേണ്ടി ചെറിയൊരു ടാബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് 2 പവറും വാട്ട് മീറ്റർ റീഡിങ്ങും സെയിം ആണെങ്കിൽ, 2 വാട്ട് മീറ്ററും സെയിം ആണ്, നമുക്ക് മനസ്സിലാക്കാം അതിലുള്ള വോൾട്ടേജ് കറണ്ട്, ആ ലോഡിലൂടെ പാസ് ചെയ്യുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ട് വി ആൻഡ് ഇതിൻ്റെ അടുക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എന്നാൽ നമുക്കറിയാം, ഇതിൻ്റെ ആംഗിള് കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് എന്ത്, പവർ ഫാക്ടർ. അതായത് cos 5 എന്ന് പറഞ്ഞാൽ cos 0 ആണ്, 1 വരും. അതായത് യൂണിറ്റി പവർ ഫാക്ടർ. വളരെ സിമ്പിളാണ്. 2 വാട്ട് മീറ്ററും ഒരേ റീഡിംഗ് ആണെങ്കിൽ, ഓക്കെ, 2 വാട്ട് മീറ്ററും ഒരേ റീഡിംഗ് ആണെങ്കിൽ അതിൻ്റെ 5 0 ആയിരിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos 5 cos 0 1 യൂണിറ്റി ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്നാൽ W2 W1 ഡിവൈഡഡ് ബൈ 2. അതായത് 1 വാട്ട് മീറ്റർ മറ്റു വാട്ട് മീറ്ററിൻ്റെ പകുതി റീഡിംഗ് കാണിക്കുക. അതായത് നമ്മൾ 1 വാട്ട് മീറ്റർ 30 വാട്ട് ആണെങ്കിൽ മറ്റേ വാട്ട് മീറ്റർ കാണിക്കുന്നത് 15 വാട്ട് റീഡിംഗ് ആണ്. ആ ഒരു സമയത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, 30 ഡിഗ്രി ആകുമ്പോൾ പവർ ഫാക്ടർ എന്നാൽ cos 5 അതായത് cos 30 0.866 ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ W1 ഓർ W2 0. ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ 0 റീഡിംഗ് കാണിക്കുകയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ആയിരിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos 5 അതായത് cos 60 0.5 ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്നാൽ W1 -W2. അതായത് 1 വാട്ട് മീറ്റർ 30 വാട്ട്സ് ആണ്, മറ്റേ വാട്ട് മീറ്റർ -30 ആണ്. അപ്പോൾ നമ്മൾ മൈനസ് കാണിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, വാട്ട് മീറ്ററിൻ്റെ ടെർമിനൽ പരസ്പരം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും അല്ലേ. ML ടെർമിനൽ, അതായത് മെയിനും ലോഡും തമ്മിലുള്ള ML CV ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് നെഗറ്റീവ് കാണിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ്, എമ്മും എല്ലും എന്ത് ചെയ്യും, പരസ്പരം ചേഞ്ച് ചെയ്യും. അപ്പോൾ എമ്മും എല്ലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു പോസിറ്റീവ് റീഡിങ് കാണിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ റീഡിങ് കാണിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു 5 എന്ന് പറഞ്ഞത് എത്രയായിരിക്കും, 90 ആയിരിക്കും. അതായത് പവർ ഫാക്ടർ എന്നാണ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഈ 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് പറയുന്നതല്ല, നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു tan phi = √3 × W1 - W2 ഡിവൈഡ് ബൈ W1 + W2. ഇങ്ങനെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് W1ഉം W2 നമ്മൾ റീഡിങ് ഏതാണോ കൊടുക്കും, ആ റീഡിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് tan phi കിട്ടും. tan phi നിന്ന് നമ്മൾ എന്ത് ചെയ്യും, tan ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇത് ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും, tan ഇൻവേഴ്സ് ഓഫ് √3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, cos 5 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, പവർ ഫാക്ടർ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ബേസിക് ആയിട്ട് ഇക്വേഷന്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് എക്സാം ആൾ സോൾവ് ചെയ്യേണ്ടി വരും. അതായത് tan phi √3 × W1 - W2 ഡിവൈഡ് ബൈ W1 + W2. ഓക്കെ, ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം പറയുന്നത് രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത്. W1 = W2 ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും സെയിം ആകുന്ന സമയത്ത് 0 ആയി. ഇപ്പോൾ √3 × 0, അതായത് tan phi എന്ന് പറയുന്നത് 0 ആയി വരും. ഓക്കെ, W1 W2 ഈക്വൽ ആണെങ്കിൽ മുകൾ ഭാഗം ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ഇത് മൊത്തം 0 ആയി. ഇപ്പോൾ tan phi 0 ആണെങ്കിൽ tan +0 ആകുക, tan 0 ആകുന്നത് phi 0 ആകുന്ന സമയത്ത് അല്ലേ. അപ്പം phi 0 എന്ന് കിട്ടി. അപ്പോൾ cos 5 എന്ന് പറഞ്ഞാൽ എത്രയായി, 1 ആയി. വളരെ സിമ്പിളാണ്. പക്ഷേ ഇത്രത്തോളം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചു വെക്കുക. ഇത് 4 എണ്ണം മാത്രം പഠിച്ചു വെക്കുക. പിന്നെ അവസാനത്തെ പോയിന്റ് എന്നാൽ എനി വാട്ട് മീറ്റർ ഷോ നെഗറ്റീവ് റീഡിംഗ് പവർ ഫാക്ടർ വിൽ ബി ലെസ് ദാൻ 0.5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1 വാട്ട് മീറ്റർ 2 വാട്ട് മീറ്റർ ഒന്നിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് പവർ ഫാക്ടർ 0 ആണ്. പക്ഷേ നമ്മളോട് പറയുകയാണ് നിങ്ങൾ റീഡിംഗ് പവർ ഫാക്ടർ 1 വാട്ട് മീറ്റർ എന്താണ്
നെഗറ്റീവ് റീഡിംഗ് ആണ് കാണിക്കുന്നത്, അപ്പോൾ ഉള്ള പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.5ൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഇത് 0.5 വന്നു, ഒന്ന് 0 കാണിക്കുന്നേരം 0.5 വന്നു, പിന്നെ നെഗറ്റീവ് വരുന്ന സമയത്ത് 0 ആയി. അപ്പം 0.5ൻ്റെ താഴെ ആകുമ്പോൾ ഒരു വാട്ട് മീറ്റർ എന്തായിരിക്കും നെഗറ്റീവ് റീഡിംഗ് ആയി കാണിക്കുക. അപ്പോൾ ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 to 90. ഇപ്പോൾ 60 ആണ്, ഇവിടെ 90, അപ്പോൾ ഇതിൻ്റെ അടുക്കുള്ള ആംഗിൾ ആയിരിക്കും 60 to 90 ആയിരിക്കും. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, വളരെയധികം ഒരു ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് പവർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് കിട്ടുക? രണ്ടും ഒരേ റീഡിംഗ് ആകുന്ന സമയത്ത് 2 വാട്ട് മീറ്റർ റീഡിംഗ് ആർ ഈക്വൽ ആകുമ്പോൾ പവർ ഫാക്ടർ എന്താണ്? യൂണിറ്റി ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓയിൽ ഇൻ ട്രാൻസ്ഫോർ ഈസ് യൂസ്ഡ് ആസ് ഇൻസുലേറ്റിംഗ് മീഡിയം, കൂളിംഗ് മീഡിയം, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോമറിൽ ട്രാൻസ്ഫോർ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ വൈൻഡിങ്ങിന് ചുറ്റും, ഓക്കെ, വൈൻഡിങ്ങിന് ചുറ്റും നമ്മൾ ഉപയോഗിക്കുന്ന വൈൻഡിങ്ങിന് ചുറ്റും ചെയ്യുന്നുണ്ടാവും. ഇതിൽ വൈൻഡിങ് ഉണ്ടാവും, ഇതിന് ചുറ്റും ട്രാൻസ്ഫർ ഓയിൽ ഉണ്ടാവും. ഈ ഓയിൽ എന്നാൽ ഇതുവഴി കൺസർവേറ്ററിലും ഓയിൽ ഉണ്ടാവും. ഈ ഓയിലിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത് തന്നെ ഇൻസുലേറ്റിംഗ് മീഡിയ ആണ്. രണ്ടാമതെന്ന് പറയുന്നത് കൂളിംഗ് ആണ്. നമ്മളറിയാം, ട്രാൻസ്ഫോർ വർക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും? ടെമ്പറേച്ചർ, അതിൻ്റെ വൈൻഡിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വൈൻഡിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ട്രാൻസ്ഫർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈൻഡിങ്ങിൽ തമ്മിലുള്ള ഇൻസുലേഷനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഓയിൽ ഇൻസുലേഷനാണ് ഉപയോഗിക്കുന്നത്. എയർ ഇൻസുലേഷൻ അല്ല, ഓയിലാണ് ഇൻസുലേറ്റിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത്. ഇൻസുലേറ്റഡ് മീഡിയ ആയിട്ടും കൂളിംഗ് മീഡിയ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓയിൽ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നുണ്ട്. 29ാമത്തേന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പോൾ ആൻഡ് ഷൂസ് ഓഫ് എ സിങ്ക്രണസ് മെഷീൻ ആർ ലാമിനേറ്റഡ് ടു റെഡ്യൂസ്. നമ്മുടെ ഈ ഒരു സിങ്ക്രണസ് മോട്ടോർ ആവട്ടെ, സിങ്ക്രണസ് മെഷീൻ ആവട്ടെ, ഇൻഡക്ഷൻ മെഷീൻ ആവട്ടെ, DC മെഷീൻ ആവട്ടെ, എവിടെയായാലും ലാമിനേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? അത് എഡ്ഡി കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എഡ്ഡി കറണ്ട് കാരണം നമ്മൾ സാധാരണ രീതിയിൽ മെഷീൻ എന്താ ചെയ്യുക? ഹീറ്റാവുക ചെയ്യുക. എഡ്ഡി കറണ്ടും ഹിസ്റ്ററീസിസ്, എഡ്ഡി കറണ്ട് ലോസും അതുപോലെ തന്നെ ഹിസ്റ്ററീസിസ് ലോസും വഴി നമ്മൾ സാധാരണ രീതിയിൽ മെഷീനിൽ എന്താ സംഭവിക്കുക? ഹീറ്റാവുക ചെയ്യുക, അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പീസ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകൾ ഉപയോഗിച്ച് നമ്മുടെ ഒരു പീസിൽ നിന്ന് അടുത്ത പീസിലേക്കുള്ള കറണ്ടിൻ്റെ സർക്കുലേഷൻ, അതായത് സർക്കുലേഷൻ കറണ്ട് ഇങ്ങനെ വരും. ഈ ഒരു കറണ്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി ഓരോ പീസുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇൻസുലേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക? ലാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാമിനേഷൻ എവിടെ ചെയ്യുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് എന്താണ്? എഡ്ഡി കറണ്ട് ലോസ് ആണ്. എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എഡ്ഡി കറണ്ട് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഹീറ്റിംഗ് ഡ്യൂ ടു ദ എഡ്ഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിനേഷൻ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഇവിടെ സിങ്ക്രണസ് മെഷീൻ ആവുന്നത് ഏത് മെഷീൻ ആവട്ടെ, ഓക്കെ, ലാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? എഡ്ഡി കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്കണോമൈസർ ഇൻ ബോയിലർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ലൈഫ് ഓഫ് ബോയിലർ, ഇൻക്രീസ് ദ സ്റ്റീം പ്രൊഡക്ഷൻ, റെഡ്യൂസ് ഫ്യൂവൽ കൺസപ്ഷൻ, റെഡ്യൂസ് സ്റ്റീം പ്രഷർ എന്നുള്ള 4 ഓപ്ഷനാണ് കൊടുത്തത്. ഇത് പവർ സിസ്റ്റത്തിലെ, ഓക്കെ, പവർ സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ പവർ ജനറേഷൻ എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ ഉണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ തെർമൽ, അതുപോലെ തന്നെ ഗ്യാസ് പവർ പ്ലാന്റ്, ന്യൂക്ലിയർ, പലതുണ്ട്. അതിൽ തന്നെ ഈ ഒരു എക്കണോമൈസർ എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത്? എക്കണോമൈസർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? ബോയിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഉണ്ടാവും, ഇതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. വാട്ടർ നമ്മൾ ഈ ഒരു കോൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. അപ്പോൾ കോൾ വെച്ചിട്ട് നമ്മൾ ഈ വാട്ടർ എന്ത് ചെയ്യും? അതിനെ സ്റ്റീമായിട്ട് ഈ ഒരു പാത്രത്തിലൂടെ ഇവിടെ വരും. അപ്പോൾ ഈ ഒരു പാത്രത്തിലൂടെ എത്തുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ കോള് വെച്ച് ഉണ്ടാകുന്ന ഈ ഗ്യാസ് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഗ്യാസ് പുറത്തേക്ക് പോകില്ല, ഫ്ലൂ ഗ്യാസ് എന്ന് പറയും. ആ ഗ്യാസ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി ചൂടാക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പാണ്, ഇതൊരു സ്ട്രെയിറ്റ് പൈപ്പാണ്. നമ്മൾ ഈ ഒരു കോളിൽ നിന്ന് വരുന്ന ഗ്യാസ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്ന ഗ്യാസ് നമ്മൾ ഇതിലെ സൂപ്പർ ഹീറ്റർ എന്നൊരു പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റിൽ വെച്ചിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു വാട്ടറിന്, ഈ സ്റ്റീമിനെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കും. പിന്നെ വരുന്ന അതേ പൈപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എക്കണോമൈസർ എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഈ ടെർബൈനിൽ തട്ടി വരുന്ന ടർബൈനിൽ വന്ന് കണ്ടൻസറായി വന്നത് പിന്നെ ഈ ഒരു സ്റ്റീം എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും വാട്ടറായി മാറും. ഈ വാട്ടർ നമ്മൾ തിരിച്ച് ഫീഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് വാട്ടർ. അപ്പോൾ വാട്ടർ നമ്മൾ ആദ്യം സ്റ്റീമാക്കി ആ സ്റ്റീം വെച്ചിട്ട് നമ്മൾ ടെർബൈൻ കറക്കി ആ ടെർബൈൻ വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് ആ വാട്ടറിന് ഫീഡ്ബാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്ന വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ചൂടായി കൊണ്ടുവരും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെയും നമ്മൾ കോൾ ഉപയോഗിച്ചിട്ട് ഈ വാട്ടറിനെ വീണ്ടും ചൂടാക്കണം. അപ്പം ഈ ഫീഡ് ചെയ്ത് വരുന്ന വാട്ടറിനെ ഒന്ന് ചൂടായി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന കോളിൻ്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്കണോമൈസർ ഇവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ തണുത്ത വരുന്ന വെള്ളം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ചൂടാക്കണം. അതിന് വേണ്ടി വീണ്ടും നമ്മൾ ഒരുപാട് കോൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോളിൻ്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എക്കണോമൈസർ ഉപയോഗിച്ചത്. എക്കണോമൈസർ ഒന്നുമില്ല, നമ്മൾ വരുന്ന ഈ ഒരു ഫീഡ് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പൈപ്പാണ് ഇങ്ങനെ പോവുക, അത് ഔട്ട് ചിമ്മിനി വരെയുള്ള ഒരു പൈപ്പാണ്. അപ്പോൾ ആദ്യം സൂപ്പർ ഹീറ്ററിൽ ഇതിൻ്റെ ഈ ഫ്ലൂ ഗ്യാസ് വെച്ച് കുറച്ച് ചൂടാക്കും. അതേ ഗ്യാസിനെ എന്ത് എക്കണോമൈസറിൻ്റെ പുറത്തുകൂടി പാസ് ചെയ്ത് എയർ പ്രീ ഹീറ്റർ, നമ്മൾ എയർ പ്രീ ഹീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് ചുറ്റുള്ള എയർ, ഓക്കെ, നമ്മൾ കത്തുന്നതിൻ്റെ ഈ ബോയിലിന് ചുറ്റുള്ള എയർ കുറച്ചുകൂടി ഹീറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കത്തും. അതായത് നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ കോളിൻ്റെ യൂസേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഔട്ടിലേക്ക് പോയി ചെയ്യുക. അപ്പോൾ നമ്മൾ എക്കണോമൈസറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോളിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. അതായത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിന് സ്റ്റീമാക്കി മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ചോദിക്കാനുള്ളത് എക്കണോമൈസറിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കാറുണ്ട്, സൂപ്പർ ഹീറ്ററിൻ്റെ ഉപയോഗം ചോദിക്കാറുണ്ട്. സൂപ്പർ ഹീറ്ററിൻ്റെയും എക്കണോമൈസറിൻ്റെയും എന്താണ് പൊസിഷൻ ചോദിക്കാറുണ്ട്. എന്തിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്, ബോയിലറിൻ്റെയും ടെർബൈൻ്റെയും ഇടയ്ക്കാണ് എന്ത് വരുന്നത്, സൂപ്പർ ഹീറ്ററിൻ്റെ പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ എക്കണോമൈസറിൻ്റെ എന്നാൽ ബോയിലറിൻ്റെയും ഫീഡ് വാട്ടർ ഹീറ്ററിൻ്റെ, അതായത് പമ്പിൻ്റെ, ഈ ഒരു ഫീഡ് വാട്ടർ പമ്പിൻ്റെയും ഇടയ്ക്കാണ് എന്ത് വരുന്നത്, എക്കണോമൈസറിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമൈസർ ഉപയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടു റെഡ്യൂസ് ദ കോൾ എമൗണ്ട്, കോളിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങളും ഈ സൂപ്പർ ഹീറ്ററിൻ്റെ ഉപയോഗങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പവർ സിസ്റ്റത്തിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം റെഡ്യൂസ് ദ ഫ്യൂവൽ കൺസപ്ഷൻ, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, റെഡ്യൂസ് ദ ഫ്യൂവൽ കൺസപ്ഷൻ, നമ്മൾ വരുന്ന വാട്ടറിനെ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വരുന്നതാണ് ഈ എക്കണോമൈസർ കൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ACSR കണ്ടക്ടർ സ്റ്റീൽ വയർ ഈസ് യൂസ്ഡ്. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാനുള്ളത് ACSR എന്നാണ് അലൂമിനിയം കണ്ടക്ടർ, എന്താണ്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അല്ലേ, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ് പറയുന്നത്, നമ്മൾ വീട്ടിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റും അതുപോലെ തന്നെ മണലൊക്കെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ നമ്മൾ കമ്പികൾ ഉപയോഗിക്കാറുണ്ട്, സ്റ്റീൽ ബാറുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്, റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉറപ്പ്, അതായത് പ്രൊവൈഡിങ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഓക്കെ, അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ സെൻട്രൽ കൂടി ഒരു അലൂമിനിയം സ്റ്റീൽ കണ്ടക്ടർ ഉണ്ടാവും, അതിന് ചുറ്റുമാണെന്നുണ്ടാകുക നമ്മുടെ ഈ ഒരു അലൂമിനിയം കണ്ടക്ടർ ഉണ്ടാകും. അത് നമ്പർ ഓഫ് അലൂമിനിയം കണ്ടക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് പക്ഷേ സെൻട്രൽ നിന്നുണ്ടാകും നമ്മളൊരു സ്റ്റീൽ ബാർ ഉണ്ടാവും, സ്റ്റീൽ കണ്ടക്ടർ ഉണ്ടാവും, അതിന് ചുറ്റുമായിരിക്കും എന്ത് ചെയ്യുന്നത്, അലൂമിനിയം കണ്ടക്ടർ വരിക. അപ്പം ACSR ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് KCB ഒക്കെ ഉപയോഗിക്കുന്നത്. ACSR ആണ് നിലവിൽ ഉപയോഗിക്കുന്നത്, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ പല കമ്പനി ഉണ്ട്, റാബിറ്റ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ഡയമീറ്റർ ഒക്കെ വ്യത്യസ്ത, വളരെ വോൾഫ്, ഓക്കെ, അങ്ങനെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. റാബിറ്റ്, വോൾഫ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്, ടൈഗർ, അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ എന്തിനാണ്, അതിൻ്റെ യൂസ്, നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാൽ ഈ ഒരു ടേം അറിയാമെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ റിപ്പീറ്റേറ്റീവ് ടൈപ്പ് പ്രൊജക്റ്റ് ദ മോസ്റ്റ്ലി യൂസ്ഡ് നെറ്റ്വർക്ക് ടെക്നിക് ഈസ് PERT, CPM, ബോത്ത് A and B, നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ ഈ PERT അതുപോലെ തന്നെ CPM എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഓക്കെ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണെന്ത്, PERT അതുപോലെ തന്നെ CPM എന്ന് പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫുൾ ഫോം ആണ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത്. PERT എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. CPM എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡാണ്. ഓക്കെ,
നമ്മൾ രണ്ടും എവിടെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ PERT is a popular project management technique that is applicable when the time required to finish a project is not certain. ഒരു പ്രൊജക്റ്റിൻ്റെ ഫിനിഷ് ചെയ്യാനുള്ള ടൈം അതായത് നോട്ട് സേർട്ടൺ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് PERT എന്ന് പറയുന്നത്. അടുത്തത് പറയാനുള്ളത് CPM ആണ്. CPM എന്താണ്? ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൽഗോരിതം വിച്ച് ഹാസ് എ സേർട്ടൺ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ഫോർ എ പ്രൊജക്റ്റ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എൻഡ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൽഗോരിതം CPM എന്ന് പറയുന്നത്, അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അടുത്ത് പറയുന്നത് PERT ഈസ് എ പ്രോബബിലിസ്റ്റിക് മോഡലാണ്. ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണ് ഇത് PERT എന്ന് പറയുന്നത്. CPM ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. അതുപോലെ തന്നെ ദ മെയിൻ ഫോക്കസ് ഓഫ് PERT ഈസ് ടു മിനിമൈസ് ദ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ്. നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു PERT എന്നതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മിനിമൈസ് ദ ടൈം റിക്വയർഡ്. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യാണ്? മിനിമൈസ് ചെയ്യാണ്. ഓക്കെ, CPM എന്നതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഫോക്കസ് ഓഫ് CPM ഈസ് ഓൺ എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ടൈം വിത്ത് എ മേജർ എംഫസിസ് കോസ്റ്റ് കട്ടി. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിലാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ CPM എന്ന മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിനായിട്ട് ഇതിൽ നിങ്ങൾ പഠിക്കാനുള്ളത്, ഇത് നമ്മൾ ടെക്നിക്കലായിട്ട് കുറച്ച് അത്രത്തോളം ബന്ധമില്ലെങ്കിലും നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. PERT അതുപോലെ തന്നെ CPMൻ്റെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് 4 പോയിന്റുകളാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഈ ഒരു പോയിന്റുകൾ വെച്ചിട്ടാണ് സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റേറ്റീവ് ടൈപ്പ് പ്രൊജക്ട് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നെറ്റ്വർക്ക് ടെക്നിക്. ഓക്കെ, റിപ്പീറ്റഡ് ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി ആയിട്ട് ഉപയോഗിക്കുന്നത് CPM മെത്തേഡാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് വരുന്നത്. അതായത് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുന്നത് CPM ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൽഗോരിതം വിച്ച് ഹാസ് എ സർട്ടൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ഓഫ് പ്രൊജക്റ്റ്. ഈ ഒരു മെത്തേഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ CPM ആണ് സാധാരണ രീതിയിൽ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ വരിക. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു പ്രോബ്ലംസ്, ഈ ഒരു പോയിന്റുകൾ, അതായത് 1, 2, 3, 4 അഡീഷണൽ പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്വാളിറ്റി സിസ്റ്റം വിച്ച് ഈസ് എ മോഡൽ ഫോർ ക്വാളിറ്റി അഷുറൻസ് ഇൻ ഡിസൈൻ, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിങ്. ISO 9000, ISO 9001, ISO 9002, ISO 9003 എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ഡിസൈൻ, പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിങ് എന്ന് വരുന്നതാണ് ISOയിൽ. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് ISOയുടെ ഫസ്റ്റ് പഠിക്കാനുള്ള ISOൻ്റെ ഫുൾ ഫോം ആണ് എന്ത്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ISO 9000 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സീരീസ് ഓർ ഫാമിലി ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഫാമിലിയെ മൊത്തമായിട്ട് പറയുന്നതാണ് ISO 9000 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ISO 9001 എന്ന് പറയുന്നത് സെറ്റ്സ് ഔട്ട് ദ റിക്വയർമെൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ ഹൂസ് ബിസിനസ് പ്രോസസ് റേഞ്ച് ഓൾ ദ വേ ഫ്രം ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടു പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിങ്. അതായത് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ വരുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ISO വരുന്നത് ഇതിലാണ് 9001 വരുന്നത്. അപ്പോൾ ഇതിലെന്താ വരുന്നത്? ഡിസൈൻ വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ, സർവീസിങ് വരുന്നത്. അപ്പോൾ അതിൽ ഓരോ എക്യുപ്മെൻസിൻ്റെയും സ്റ്റാൻഡേർഡ് പറയുന്നത് ISO 9001 വെച്ചിട്ടാണ് നമ്മൾ എന്താ അതിൻ്റെ സ്റ്റാൻഡേർഡ് പറയുക. ISO 9002 നോക്കൂ. ഈസ് ദ അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഓർഗനൈസേഷൻ ദാറ്റ് ഡു നോട്ട് ഡിസൈൻ ആൻഡ് ഡെവലപ്പ് പ്രൊഡക്റ്റ്. അവരെന്ത് ചെയ്യുന്നില്ല, ഒരു ഓർഗനൈസേഷൻ്റെ ISO ആണ് പറയുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, ഡിസൈൻ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യില്ല. ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിസൈൻ കൺട്രോൾ റിക്വയർമെൻറ്റ് ഓഫ് ISO 9001. ഇത് ISO 9001 ആണ് പ്രൊഡക്ഷൻ, ഡിസൈൻ, ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഓരോ എക്യുപ്മെൻറ്റ്സ്, നിങ്ങൾ ഏത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ISO സ്റ്റാൻഡേർഡ് പറയുന്നത് ഇതിൽ വെച്ചിട്ടാണ് പറയുക. പക്ഷേ 9002 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, ഈ ഒരു എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ്, ഡെവലപ്മെൻറ്റ്, ഡിസൈൻ ഒന്നും വരുന്നില്ല. ISO 9003 എന്ന് പറയുന്നത് is appropriate standard for organization whose business process do not include design control, process control, purchasing or servicing. It focus on inspection and testing to ensure the final product and service meet the specified requirement. ഇവരെന്താണ്, ഡിസൈൻ ഒന്നും വരുന്നില്ല, അവരെന്താണ് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. ഫൈനൽ പ്രൊഡക്റ്റിന് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് എന്തിൽ വരുന്നത്? ISO 9003 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ, പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷനിൽ വരുന്നത് ISO 9001 വരുന്നത്. ഇത് മൊത്തമായിട്ട് ഫാമിലിയെ കുറിച്ച് പറയുന്നതാണ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനെ കുറിച്ചല്ല, അതിൻ്റെ ഓർഗനൈസേഷൻ മാത്രം പറയുന്നതാണ്.
9003 ആണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുന്നത്. അതിനെന്താണ് ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ വരുന്നത് ഇതിലാണ് 9003യിലാണ് വരിക. അപ്പോൾ 9000 ഇങ്ങനെ ഇവിടെ ടെസ്റ്റിംഗ് ആൻഡ് ഇവിടെ ഇൻസ്പെക്ഷൻ ഒക്കെ ആണ് ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്താൽ വരും 9003 ആണ് വരിക. ഓക്കെ, 9003 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ഇറ്റ് ഈസ് കോൾഡ്, അതായത് മ്യൂ ആർ, അതായത് റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആർ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഡയാമാഗ്നറ്റിക് ആണോ, പാര ആണോ, അതെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. ഓക്കെ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു എത്രത്തോളം ഒരു മെറ്റീരിയൽ മാഗ്നറ്റ് ആകുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അതെന്താണ്? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ ഫീൽഡ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ എത്രത്തോളം ഒരു മെറ്റീരിയൽ മാഗ്നറ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളറിയാം ഡയമാഗ്നറ്റിക് എന്നാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ കുറവുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിന് തന്നെ എന്തായിരിക്കും? അത് നെഗറ്റീവാണ്. ഇതിലെന്താ പറയുന്നത് പോസിറ്റീവ് ആൻഡ് സ്മോൾ ആണ് പാരൽ വരുന്നത്. ഇതിൽ വരുന്നത് പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് സ്മോൾ, പോസിറ്റീവ് ആൻഡ് ലാർജ്, ഇതിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. രണ്ടാമത് റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റി ആണ്. ഓക്കെ, അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മ്യൂ ആർ സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റി ആണ്. ഇത് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. മ്യൂ ആർ ഗ്രേറ്റർ ദാൻ 1 ആണ്. റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് ലാർജ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നത് ഇവിടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ റിപ്പൾഡ് ഓർ എക്സ്പെൽഡ് ബൈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൾഡ് ഓർ എക്സ്പെൽഡ് വരിക. അതായത് നമ്മൾ അട്രാക്ഷനെ വരുന്നില്ല, അത് കാന്തിക പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയും. രണ്ടാമത് പറയും നോക്കൂ, പാരാമാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ അട്രാക്റ്റഡ് ഇൻ ടു ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അട്രാക്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. മൂന്നാമത് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ ടു ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തേൽ തീരെ എന്താ റിപ്പൾഡ് ഓർ എക്സ്പെൽഡ്, രണ്ടാമത് അട്രാക്ട് ചെയ്യുന്നുണ്ട്, മൂന്നാമത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. നമുക്ക് കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരും ഇതിൽ ഫെറോമാഗ്നറ്റിക് വരുന്നത്. അടുത്തത് സസെപ്റ്റിബിലിറ്റി ഈസ് നിയർലി ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൽ ഡയാമാഗ്നറ്റിക്കിലാണ്. സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ സസെപ്റ്റിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ഇതിൽ പാരാമാഗ്നറ്റിക്കിൽ. അടുത്തത് സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. ഇതിൽ രണ്ടിലും എന്താണ്? ഒരേതാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നില്ല? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്തത് അതിൻ്റെ എക്സാമ്പിൾ ആണ് ബിസ്മത്ത്, കോപ്പർ ആൻഡ് വാട്ടർ ലൈക്ക്. ഇതിൽ പറയുന്നത് പാരൽ അലൂമിനിയം, പ്ലാറ്റിനം, ക്രോമിയം എന്നുള്ളതാണ്. ഫെറോൾ പറയുന്ന അയൺ, നിക്കൽ, കൊബാൾട്ട് എന്നുള്ളത്. വളരെ എക്സാമ്പിളും ചോദിക്കാറുണ്ട്. പക്ഷേ ഡിപ്ലോമ ലെവൽ എക്സാമിനൊക്കെയാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ചോദിക്കാറുള്ളത്. പക്ഷേ ബിടെക് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിൻ്റെ കമ്പാരിസൺ, ഡയാമാഗ്നറ്റിക്, ഇതൊക്കെ ബേസിക് ഇലക്ട്രിക്കൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക? മെറ്റീരിയൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 എന്ന് പറയുന്ന സമയത്ത് ഡയാമാഗ്നറ്റിക്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. അല്ലെ, 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഈസ് എ പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്ക്, സെയിൽസ് മാനേജ്മെന്റ് ടെക്നിക്ക്, ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെന്റ് ടെക്നിക്ക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ടെക്നിക്ക്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെന്റ് ടെക്നിക്കിലാണ് എന്ത് വരുന്നത്? ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിലാണ് ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെന്റ് ടെക്നിക്കിലാണ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇൻഡക്ഷൻ ഹീറ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹൈ വാല്യൂ? വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി, പവർ ഫാക്ടർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുക എന്താണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്നുള്ളത്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ഒബ്ജക്റ്റ്, യൂഷ്വലി എ മെറ്റൽ, ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ത്രൂ എ ഹീറ്റ് ജനറേറ്റർ ഇൻ ഒബ്ജക്റ്റ് ബൈ എഡി കറണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ഒബ്ജക്റ്റ്, യൂഷ്വലി മെറ്റൽ, നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഹീറ്റ് ജനറേറ്റർ എന്തുകൊണ്ടാണ്? ഒബ്ജക്റ്റ് ബൈ എന്താണ്? എഡി കറണ്ട് മൂലമാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇതിൽ എഡ്ഡി കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ? എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ്, ഫ്രീക്വൻസി സ്ക്വയർ ആണ്. അപ്പം നമ്മൾ ഇതിൽ ആൻസർ ഏതാണ് വരിക? ഫോളോയിങ് ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യും? വളരെയധികം കൂട്ടി കൊടുക്കും. അങ്ങനെ ഫ്രീക്വൻസി കൂട്ടി കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? എഡ്ഡി കറണ്ട് ലോസ് കൂടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എഫക്റ്റീവ് ആയപ്പോഴാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പം ഇത്രത്തോളം ഉള്ളൂ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It's a process of heating an electrically conducting object, usually a metal, by electromagnetic induction എന്ന പ്രോസസ് ആണ്. ത്രൂ ഹീറ്റ് ജനറേറ്റർ ഇൻ ദ ഒബ്ജക്റ്റ് ബൈ എഡ്ഡി കറണ്ട് വഴിയാണ് എന്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. എഡ്ഡി കറണ്ട് എന്തിന് പ്രൊപ്പോർഷൻ ആണ്? ഫ്രീക്വൻസി സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഹൈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീക്വൻസി വാല്യൂ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടിക്കൊടുക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് 38ാമത്തെ ക്വസ്റ്റ്യൻ? ദ മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് യൂസ്ഡ് ഫോർ എ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ എന്ത് പറയും? ഡയലക്ട്രിക് ഹീറ്റിംഗ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഇലക്ട്രിക് ഹീറ്റിംഗ്, റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. നമുക്ക് വളരെ സിമ്പിളാണ്. ഇതിന് ആൻസർ വരെ ഡയലക്ട്രിക് ഹീറ്റിംഗ് ആണ്. അപ്പം ഇതിൽ ഡയലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഇലക്ട്രോണിക് ഹീറ്റിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം പേരുകളുണ്ട്. ഇലക്ട്രോണിക് ഹീറ്റിംഗ്, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ്, ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ്. ഈ പേരുകളൊക്കെ പഠിച്ചിരിക്കണം. എന്താണ് ഇതിൽ നടക്കുന്നത്? ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ റേഡിയോ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ റേഡിയോ വേവ് ഓർ മൈക്രോവേവ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഹീറ്റ്സ് എ ഡയലക്ട്രിക് മെറ്റീരിയൽ. ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇൻ വിച്ച് റേഡിയോ ഫ്രീക്വൻസി ആൾട്ടർനേറ്റീവ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ റേഡിയോ വേവ്, അല്ലെങ്കിൽ മൈക്രോവേവ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പം ഇത്രത്തോളമാണ് ഡയലക്ട്രിക് മെറ്റീരിയൽ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ഡയലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റിംഗ് ആൻസർ. അതായത് ഡയലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇവിടെ കൊടുത്താൽ നമ്മൾ ഈസിയായിട്ട് ആൻസർ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തുള്ളത്. അപ്പം ആൻസർ ഏതാണ് വരിക? ഡയലക്ട്രിക് ഹീറ്റിംഗ്. ഓക്കെ, 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The power factor in a transformer is always lagging, always leading, it is always unity, depends on power factor of load. നമ്മളൊരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഡ്, ഏത് ടൈപ്പ് ലോഡാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്തിൻ്റെ? ഒരു പവർ ഫാക്ടർ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ഫാക്ടർ. ഓക്കെ, അതിൻ്റെ ലാഗിങ്, ഓൾവേസ് ലാഗിങ്, ലീഡിങ് അല്ലെങ്കിൽ യൂണിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഏതാണോ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ടൈമിൽ ഓരോ ലോഡുകളായിരിക്കും. ഇൻഡക്റ്റീവ് ലോഡുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റി ലോഡ്, പവർ ഫാക്ടർ ലോഡുകൾ വരും. അപ്പോൾ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ഫോമറിന് പവർ ഫാക്ടർ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് KVA റേറ്റിംഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെ, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 100 KVA അല്ലെങ്കിൽ 200 KVA അല്ലെങ്കിൽ MVA റേഞ്ചിലൊക്കെയാണ് എന്ത് വരിക? ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് വരിക. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The advantages of salient pole in an alternator is reduce bearing loads and noise, reduce windage loss, adaptability to low and medium speed operation, reduce noise. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിച്ചിരുന്നത് സാലിയൻറ്റ് പോൾ ഇൻ ആൾട്ടർനേറ്റർ ആണ്. ഓക്കെ, ഒരു സാലിയൻറ്റ് പോൾ എന്ന് പറഞ്ഞാൽ, സാലിയൻറ്റ് പോൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോളുകൾ എന്തായിരിക്കും? പ്രൊജക്റ്റഡ് ആയിരിക്കും, അല്ലെ, പ്രൊജക്റ്റഡ് പോൾസുകളായിരിക്കും സാലിയൻറ്റ് പോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റഡ് പോളുകളാകുമ്പോൾ തന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലുള്ള ഈ ഒരു ഇത്രയും പ്രൊജക്റ്റഡ് പോളിനെ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ നോയ്സുകൾ, അതുപോലെ തന്നെ വിൻറ്റേജ് ലോസുകൾ, ഇത്രത്തോളം ഏരിയ നമ്മൾ കവർ ചെയ്യൂലേ, ഇത്രത്തോളം നമ്മൾ ഈ ഒരു ഏരിയ, ഈ ഒരു വിൻറ്റേജിൽ ഇതിനൊക്കെ എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്ത് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ വിൻറ്റേജ് ലോസ്, അതുപോലെ തന്നെ നോയ്സുകൾ, അതുപോലെ തന്നെ ബിയറിംഗ് എല്ലാം കൂടും. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ രീതിയിൽ സാലിയൻറ്റ് പോൾ ടൈപ്പ് ഉപയോഗിക്കുന്നത് എന്തിലാണ്? എവിടെയാണ്? ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓപ്പറേഷനിൽ. ഓക്കെ, ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുക സാലിയൻറ്റ് പോളാണ് ഉപയോഗിക്കുക. പിന്നെ വരുന്നത് വൗണ്ട് റോട്ടോറാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുക വൗണ്ട് റോട്ടർ. അതായത് സാലിയൻറ്റ് പ്രൊജക്റ്റഡ് പോൾ അല്ലാത്തത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സാലിയൻറ്റ് പോൾ എന്നുള്ളത് അതിലെ ഓപ്ഷൻ ഏതാണ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി ലോ ആൻഡ് മീഡിയം ഓപ്പറേഷനിൽ അഡാപ്റ്റബിലിറ്റി, അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സാലിയൻറ്റ് പോൾ ടൈപ്പാണ്. പക്ഷേ ഈ ഒരു പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാലിയൻറ്റ് പോൾ ആവുന്ന സമയത്ത് വിൻറ്റേജ് ലോസ് ഒക്കെ കൂടുക ചെയ്യുന്നത്, അതായത് നോയ്സ്. അപ്പോൾ അതുതന്നെ ബിയറിംഗ് ലോഡ്സ്, നോയ്സുകളൊക്കെ തന്നെ ഓൾറെഡി കൂടുകയാണ് ചെയ്തതിൽ സാലിയൻറ്റ് പോളിൽ കമ്പയർ ടു ദ നോൺ സാലിയൻറ്റ് പോൾ മോട്ടോർ
നോൺ സാലിയൻ്റ് കൺസ്ട്രക്ഷനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സാലിയൻറ്റിന് ഇതൊക്കെ കൂടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ സാലിയൻറ്റ് പോൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ 40ാമത്തെ ആൻസർ അതാണ് വരിക, ഓപ്ഷൻ സി ആണ് വരിക. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടർ ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ദ സെയിം സ്പീഡ്. സ്റ്റേറ്റർ ആൻഡ് റോട്ടോറും മാഗ്നറ്റിക് ഫീൽഡ് ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിലാണ് സിങ്ക്രണസ് മോട്ടോറിലാണ് അല്ലെ. സിങ്ക്രണസ് മോട്ടറിന് സ്റ്റേറ്ററിൽ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്, അതായത് NS എന്ന് പറയും. അതേ സ്പീഡിലാണ് നമ്മൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിൽ. അപ്പോൾ ഓപ്ഷൻ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിങ്ക്രണസ് മോട്ടോറിലാണ് മോട്ടോർ വിത്ത് റൊട്ടേറ്റിംഗ് വിത്ത് സിങ്ക്രണസ് സ്പീഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. റിലക്റ്റൻസ് യൂണിവേഴ്സൽ ഇൻഡക്ഷൻ മോട്ടോറിലൊന്നും ഒരിക്കലും നമ്മൾ എന്ത് പറയുന്നില്ല, ഒരു സ്റ്റേറ്റർ ആൻഡ് റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് സെയിം സ്പീഡ് എന്ന് പറയുന്നില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ മോട്ടോർ സ്റ്റാർട്ടിംഗ് കറണ്ട് ഈസ് മാക്സിമം? ഓട്ടോ ട്രാൻസ്ഫർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. അപ്പോൾ ഇതിലൊക്കെ പറയുകയാണെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോർ സ്റ്റാർട്ടറിലും സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ടൈമിൽ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറിൽ നമ്മൾ അഡീഷണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ടൈമിൽ. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നത്. പക്ഷേ DOL സ്റ്റാർട്ടർ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റും ഇതിൽ വരുന്നില്ല. നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരുവിധ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഇതിൽ DOL സ്റ്റാർട്ടർ, അതായത് DOL സ്റ്റാർട്ടർ എന്നൊരു ഇതിൽ വരുന്നില്ല. ഇതിലാകെ വരുന്നൊരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഈ ഒരു സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞ ലോ HP. ഓക്കെ, സാധാരണ 3 HP 5 HP പറയുന്നത് ബിലോ 5 HP ഒക്കെ പറയാറുണ്ട്. ബിലോ 5 HP മോട്ടോർ അല്ലെങ്കിൽ ബിലോ 3 HP 2-3 ഓപ്ഷനൊക്കെ വരാറുണ്ട്. മെയിൻ 5 HP, അതായത് ലോ HP മോട്ടോറിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. കാരണം അതിലെ ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്നാൽ 1 to 1.5 ടൈംസ് ഓഫ് ദ റേറ്റഡ് കറണ്ട് ആയിരിക്കും. ബാക്കിയുള്ള ഹൈ HP മോട്ടോർ ആണെങ്കിൽ 5 to 6 ടൈംസ് ഓഫ് ദ റേറ്റഡ് കറണ്ട് ആയിരിക്കും തീർന്ന സ്റ്റാർട്ടിംഗ് കറണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. നമ്മുടെ റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്, റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഇതിലാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ, അതിൽ മാത്രമേ നമുക്ക് റോട്ടോറിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് കറണ്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിലായി വരിക, സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇല്ലാത്ത സ്റ്റാർട്ടറാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 42ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, 43ാമത്തെ ക്വസ്റ്റ്യൻ 1 ലക്സ് ഈസ് സെയിം ആസ് 1 ലൂമൺ പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ, 1 ലൂമൺ പെർ സ്ക്വയർ മീറ്റർ, 1 ലൂമൺ പെർ 100 സ്ക്വയർ മീറ്റർ, 1 ലൂമൺ പെർ 1000 സ്ക്വയർ മീറ്റർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതിന് ജസ്റ്റ് ഫിഗർ എന്നാൽ 1 ലക്സ് ഈസ് ഈക്വൽ എന്താണ് പറയുന്നത്, ലൂമൺസ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ. 1 ലൂമൺ പെർ സ്ക്വയർ മീറ്റർ, അതായത് മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതേമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. ഓപ്ഷൻ 43ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 1 ലൂമൺ പെർ സ്ക്വയർ മീറ്റർ, ഒരു സ്ക്വയർ മീറ്ററിൽ ഇത്രത്തോളം ലൂമൻസ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് ഹയസ്റ്റ് പെർമിയബിലിറ്റി? പെർമലോയ്, പ്യുർ അയൺ, നിക്കൽ, കൊബാൾട്ട്. ഇതിലേതാണ് ഏറ്റവും ഹയസ്റ്റ് പെർമിയബിലിറ്റി? എന്നാൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, എന്താണ് അബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു പാസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പെർമലോയ്, ഓപ്ഷൻ ബി പ്യുർ അയൺ, ഓപ്ഷൻ സി നിക്കൽ, ഓപ്ഷൻ ഡി ആണ് കൊബാൾട്ട് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പെർമലോയ് ആണ് ഇതിലെ ആൻസർ വരുന്നത്. കാരണം വെച്ചാൽ പെർമലോയ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഇത് ഈസ് എ മിക്സിംഗ് ഓഫ് നിക്കൽ പ്ലസ് അയൺ ആണ്. അയണിൻ്റെയും നിക്കലിൻ്റെയും എന്താ പറയുക ഒരു മിക്സിംഗ് ആണ് എന്ന് പറയുന്നത് പെർമലോയ് അലോയ് ആണ് എന്ന് പറയുന്നത്. നിക്കൽ പ്ലസ് അയോണിൻ്റെ അലോയ് ആണ് പെർമലോയ് എന്ന് പറയുന്നത്. നിക്കൽ ഏകദേശം 80%, അയൺ എന്നത് 20% ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും മിക്സിങ്ങിൻ്റെ പ്രത്യേകത ഇതിന് ഹൈ പെർമിബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഹൈ പെർമിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സിംഗ് ഉപയോഗിക്കുന്നത്, അതായത് പെർമലോയ് ഉപയോഗിക്കുന്നത്. പെർമലോയ് എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് എ മിക്സിംഗ് ഓഫ് നിക്കൽ ആൻഡ് അയൺ. നിക്കൽ ഏകദേശം 80% നിക്കലാണ്, 20% മാത്രമേ അയൺ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പെർമോലി ഈസ് ദ ഹയസ്റ്റ് പെർമബിലിറ്റി ഉള്ള മെറ്റീരിയലാണ് ഗിവൺ ഇതിൽ 4 ഓപ്ഷനിൽ. ഓക്കെ, 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഇൻ പെർഫോമിംഗ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ, ഹൈ വോൾട്ടേജ് സൈഡ് ഈസ് യൂഷ്വലി ഷോർട്ട് സർക്യൂട്ടഡ്, ലോ വോൾട്ടേജ് സൈഡ് ഈസ് യൂഷ്വലി ഷോർട്ട് സർക്യൂട്ടഡ്, എനി സൈഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റേറ്റഡ് കറണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രൈമറി ഉണ്ടാവും, അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ടാവും. നമ്മൾ റേറ്റഡ് കറണ്ട് കൊടുക്കണം. അപ്പോൾ റേറ്റഡ് കറണ്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേറ്റഡ് കറണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. ഓക്കെ, ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് റേറ്റഡ് കറണ്ട് കൊടുക്കും. അപ്പോൾ റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ കറണ്ട് കൊടുക്കാൻ, സ്മോൾ കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാൻ ട്രൈ ചെയ്യുക അല്ലേ. നമ്മൾ വലിയ കറണ്ട് കൊടുക്കുന്നതിന് പറഞ്ഞാൽ സ്മോൾ കറണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുക. അപ്പോൾ സ്മോൾ കറണ്ട് ഏത് സൈഡിലുണ്ടാകാം, നമുക്കറിയാം HV സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ LV സൈഡ് ഉണ്ടാവും. അപ്പോൾ HV സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഹൈ വോൾട്ടേജ് ആയിരിക്കും, അവിടെ തന്നെ എന്ത് ചെയ്യും, ലോ കറണ്ട് ആയിരിക്കും. അതായത് വോൾട്ടേജിൻ്റെ കറണ്ട്, അതായത് പവർ എന്താണ് രണ്ട് കേസിലും എന്താണ് സെയിം ആണ്. അപ്പം HV സൈഡിലാവുന്ന സമയത്ത് ലോ കറണ്ട് ആയിരിക്കും, LV സൈഡാണെങ്കിൽ ഹൈ കറണ്ട് ആയിരിക്കും. ഓക്കെ, HA അല്ലെങ്കിൽ ഹൈ കറണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഷോർട്ട് ചെയ്യും, നമ്മൾ ഒരു ഭാഗത്ത് റേറ്റഡ് കറണ്ട് കൊടുക്കും. റേറ്റഡ് കറണ്ട് കൊടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ലോ കറണ്ട് സൈഡ് ആയിരിക്കും. ലോ കറണ്ട് എന്നാൽ ഹൈ വോൾട്ടേജ് HV സൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് സൈഡായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ ബി ആണ്. ലോ വോൾട്ടേജ് സൈഡ് ഈസ് യൂഷ്വലി ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. അപ്പോൾ ലോ വോൾട്ടേജ് സൈഡ് ഷോർട്ട് സർക്യൂട്ട് എന്നാൽ ഹൈ കറണ്ട് സൈഡ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റേറ്റഡ് കറണ്ട്, അപ്പോൾ ഇതിൻ്റെ റേറ്റഡ് കറണ്ട് എന്നാൽ ലോ കറണ്ട് ആയിരിക്കും. ഹൈ വോൾട്ടേജ് സൈഡ് ആയിരിക്കും, പക്ഷേ റേറ്റഡ് കറണ്ട് ലോ ആയിരിക്കും. അപ്പോൾ ആ റേറ്റഡ് കറണ്ട് നമ്മൾ ഇവിടെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ലോ വോൾട്ടേജ് സൈഡ് യൂഷ്വലി ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലോ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ HV സൈഡ് എന്തായിരിക്കും, ഓപ്പൺ ആക്കി വെച്ചിട്ട് ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ കൊടുക്കും. ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ സപ്ലൈ കൊടുക്കും, HV സൈഡ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ. ഇതിൽ വരുന്നത് LV സൈഡ് ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും, HV സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, റേറ്റഡ് കറണ്ട് കൊടുക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ എ DC മെഷീൻ ആർമേച്ചർ EMF ഈസ് stationary with respect to armature, rotating with respect to field, stationary with respect to field, rotating with respect to pressure. നമുക്കറിയാം ഒരു DC മെഷീനിലെ ആർമേച്ചർ EMF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർമേച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത്, ആർമേച്ചറിനെ വിത്ത് റെസ്പെക്ട് പറയുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊരു റോങ് ഓപ്ഷനാണ്. റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ്, നമ്മൾ ഫീൽഡിനെ റെസ്പെക്ട് പറയുന്ന സമയത്ത് എന്തായിരിക്കും, ഫീൽഡിനെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേഷനറി ആയിരിക്കും അല്ലേ. നമ്മുടെ ഫീൽഡ് വെക്കും, സാധാരണ രീതിയിൽ ആർമേച്ചർ എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ആർമേച്ചർ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർമേച്ചർ EMF എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡ് എന്നാൽ സ്റ്റേഷനറി പാർട്ടാണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് DC വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്നാൽ DC ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് ആർമേച്ചർ EMF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് അല്ലേ. ഫീൽഡ് എന്നാൽ സ്റ്റേഷനറി ആണ്, നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ DC ആണ്. അപ്പോൾ നമ്മൾ ആർമേച്ചർ ഉണ്ടാകുന്നത് AC ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നത് DC ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് ആർമേച്ചറിലെ EMF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇതിൽ ഈ ഒരു റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് തെറ്റാണ്, അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു പ്രഷറും തെറ്റാണ്. ഇതിലിവിടെ റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർമേച്ചർ എന്ന് പറയുന്നത് കറക്റ്റാണ്, അതുപോലെ തന്നെ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇത് സ്റ്റേഷനറി ആയതുകൊണ്ട് ഇത് തെറ്റാണ് വരിക. ഇത് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർമേച്ചർ വരികയാണെങ്കിൽ ഓപ്ഷൻ എയോടും കറക്റ്റ് ആൻസർ വരും. അപ്പോൾ ഇതിലെ ഈ ഒരു പോയിന്റ് കൂടി ഓർമ്മിച്ച്, റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർമേച്ചറും കറക്റ്റാണ്, സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ഫീൽഡും എന്താണ്, കറക്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് എന്നാൽ സി ആണ് ആൻസർ. 46ാമത്തെ ആൻസർ ഏതാണ്, സി ആണ്. ഓക്കെ, 47ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഡിഫ്ലക്റ്റ്. ഓക്കെ, എക്സ്റേ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ഗാമ റേ. വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ചാർജുള്ള പാർട്ടിക്കിളാണ്. എക്സ്റേ അതുപോലെ തന്നെ ന്യൂട്രോൺ, ഗാമ റേ എന്ന് ചാർജ്ലെസ് പാർട്ടിക്കിൾ ചാർജ് ഇല്ലാത്തതാണ്. അപ്പോൾ അതിൽ ആകെയുള്ള ചാർജ് ഉള്ളത് ആൽഫ പാർട്ടിക്കിളിന് മാത്രമാണ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ബേസിക് ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ, PERT ഈസ്
നമ്മൾ പഠിച്ചിട്ടാണ് പേർട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് അല്ലേ. നമ്മൾ പഠിച്ച ഓപ്ഷൻ ബി 48ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ് പേർട്ടിൻ്റെ ഫുൾ ഫോം. നമ്മൾ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പാർട്ടാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽ ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ രണ്ട് കോയിൽ പരസ്പരം തമ്മിലുള്ള ഇൻഡക്ഷനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ തമ്മിലുള്ള ഇൻഡക്ഷൻ കുറയും. നമുക്കറിയാം ഇൻഡക്റ്റീവ് ഈ ഒരു പ്രോപ്പർട്ടി, ഇത് രണ്ടും തമ്മിലുള്ള ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടി കുറയും. ഏറ്റവും ക്ലോസ്ഡ് ആണെങ്കിൽ ഈ ഇൻഡക്ഷൻ പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. അത് ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് ഈ ഇൻഡക്ഷൻ പ്രോപ്പർട്ടി കുറയും. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ബൈ മൂവിങ് കോയിൽ എപ്പാർട്ട്, അതായത് കോയിലിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അതിലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിക്രീസ് ചെയ്യണമെങ്കിൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം? രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഐദർ കോയിൽ ബൈ മൂവിങ് ദ കോയിൽ ക്ലോസർ നൺ ഓഫ് ദി. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇൻഡക്ഷൻ കൂടുക ചെയ്യുക. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും അതുപോലെ തന്നെ കോയിൽ അടുത്ത് കൊണ്ടുവന്നാലും മ്യൂച്വൽ ഇൻഡക്ഷൻ കൂടുക ചെയ്യുക. കുറയ്ക്കണമെങ്കിൽ രണ്ടും ചെയ്യും? അതിൻ്റെ ഡിസ്റ്റൻസ് കോയിൽസ് എപ്പാർട്ട്, രണ്ടും പരസ്പരം ദൂരത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രാൻസിയൻറ്റ് കറണ്ട് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റർ, ബോത്ത് എ ആൻഡ് ബി. ട്രാൻസിയൻറ്റ് കറണ്ട് എന്നാൽ ഒരു സർക്യൂട്ടിൽ എപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിൽ എനർജി സ്റ്റോറിങ് ഡിവൈസ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ എനർജി സ്റ്റോറിങ് എക്യുപ്മെൻറ്റ്സ് ഉള്ളപ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നത്? ട്രാൻസിയൻറ്റ് കറണ്ട് വരും. അതായത് ഇൻഡക്ടറും അതുപോലെ തന്നെ കപ്പാസിറ്ററും. ഇൻഡക്ടർ എന്നാൽ എനർജി സ്റ്റോറേജ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അതായത് ഇത് ചേഞ്ചിങ് കറണ്ടിനെ ഇത് ചേഞ്ചിങ് വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാരണം മാത്രമാണ് എന്ത് ചെയ്യുക? ട്രാൻസിയൻറ്റ് കറണ്ട് എന്തിലുണ്ടാകുക? നമ്മളൊരു സർക്യൂട്ടിൽ ഉണ്ടാകുക. റെസിസ്റ്റർ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു എനർജി സ്റ്റോറേജ് എലമെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെയ്യുന്നില്ല, ഇത് ഒന്നിനെ ഓപ്പോസ് ചെയ്യുന്നില്ല. ട്രാൻസിയൻറ്റ് കറണ്ടിന് ഒരുവിധ കാരണങ്ങളും റെസിസ്റ്റർ കാരണം ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 50ാമത്തേന് ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പം 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് 50 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇത് മെയിനായിട്ട് നമ്മൾ എഫക്റ്റീവ് ആവുക നമ്മളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ കൂടുതൽ ചാപ്റ്റർ, ഒരു 5-6 ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്താണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എല്ലാ ചാപ്റ്ററിലും കൂടി ഒന്നിച്ച് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആകും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ആൻസർ ഏതാണ്. അതിന് ശേഷം ഞാൻ പറയുന്ന ആൻസർ നോക്കുക, കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.